ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്കും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കും സന്തോഷകരമായ അറിയിപ്പുകൾ എത്തിയിരിക്കുന്നു. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമായിട്ടുള്ളവരുടെ കൂലി കൂട്ടുവാൻ കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിരിക്കുകയാണ്. മാർച്ച് 16 മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തൊഴിലുറപ്പ് വേതന വർധന പ്രഖ്യാപിക്കുന്നതിനായി സമീപിച്ചത്. വർധന എത്രയെന്ന് മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടില്ല. വിശദാംശങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും തൊഴിലുറപ്പ് പദ്ധതി വേതനം കൂട്ടുമെന്നും നിലവിലുള്ളതിനേക്കാൾ 6% വർധനവെങ്കിലും ഉണ്ടാകുമെന്നാണ് വിവരം. ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത നിരക്കാണ്. കാർഷിക തൊഴിലുമായി ബന്ധപ്പെട്ട CPI-AL എന്ന നാണ്യപ്പെരുപ്പ സൂചിക അടിസ്ഥാനമാക്കിയാണ് വേതനം തീരുമാനിക്കുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിലെ വേതനം 311 രൂപയിൽ നിന്ന് 333 രൂപയാക്കിയിരുന്നു. 350-നും 400-നും ഇടയിലുള്ള തുകയായിരിക്കും കേരളത്തിലേക്ക് പ്രഖ്യാപിക്കുക എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും ഏപ്രിൽ 1 മുതൽ പുതിയ തൊഴിലുറപ്പ് കൂലി നിലവിൽ വരുമെന്നാണ് അറിയുന്നത്. രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. ഈസ്റ്റർ, റംസാൻ, വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ കണക്കിലെടുത്ത് 3 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 4800 രൂപ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫെബ്രുവരി മാസം വരെയുള്ള 6 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 3 മാസത്തെ കുടിശ്ശിക പെൻഷനാണ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത്. ഇതിൽ 1 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ, അതായത് സെപ്റ്റംബർ മാസത്തെ 1600 രൂപ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക സ്വീകരിക്കുന്നവർക്കെല്ലാം തുക കിട്ടിക്കഴിഞ്ഞു. വീടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്നവർക്കാണ് നിലവിൽ വിതരണം നൽകുന്നത്. മാർച്ച് 25-നകം ഇതും പൂർത്തിയാക്കുമെന്നാണ് അറിയുന്നത്. ഏപ്രിൽ ആദ്യം തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം നടത്തുവാനാണ് ധനവകുപ്പ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഒക്ടോബർ മാസത്തിലെയും നവംബർ മാസത്തിലെയും പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് വിഷുവിന് മുമ്പായി എല്ലാവർക്കും വിതരണം ചെയ്യുവാനാണ് സർക്കാർ നീക്കം. 13,000 കോടി രൂപ കടമെടുപ്പ് അനുമതി ലഭിച്ചതോടെ കഴിഞ്ഞ 2 ചൊവ്വാഴ്ചകളിലും സർക്കാർ റിസർവ് ബാങ്കിൽ കടമെടുപ്പ് നടത്തിയിരുന്നു. മാർച്ച് 26 ചൊവ്വാഴ്ച സർക്കാർ കടമെടുക്കുന്നുണ്ട്. ഏപ്രിൽ 1 മുതൽ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ഫണ്ടുകളുടെ ഉപയോഗവും സർക്കാരിന് സാധ്യമാകും. ഇത് ഉപയോഗിച്ച് ഏപ്രിൽ 14 വിഷുവിന് മുമ്പായി എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ ജീവനക്കാർ വഴി കൈകളിലേക്കും 50 ലക്ഷത്തോളം പെൻഷൻകാർക്ക് 3200 രൂപ നൽകുവാനാണ് തീരുമാനം. പെൻഷൻ മസ്റ്ററിംഗ് കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയ എല്ലാവർക്കും ഈ 3200 രൂപ എത്തിച്ചേരുന്നതാണ്. ഏപ്രിൽ 4-നോ 5-നോ വിതരണം ആരംഭിക്കുകയാണെങ്കിൽ വിഷുവിന് മുമ്പായി ഗുണഭോക്താക്കൾക്കെല്ലാം പെൻഷൻ വിതരണം പൂർത്തിയാകുന്നതാണ്. ഈ കുടിശ്ശിക പെൻഷന്റെ വിതരണം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകൾ എത്തുമ്പോൾ തന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തു കൊടുക്കുക.